പിന്നെ സന്തോഷം എന്ന് പറഞ്ഞാൽ അത് ഞാൻ തേടി നടന്ന സമയങ്ങളായിരുന്നു. കൂടെ നിന്ന ആൾക്കാരുടെ പണി ഞാൻ പഠിച്ചു. അല്ലെങ്കിൽ കൂടെ നിന്ന ആൾക്കാർ, നമ്മളെ വിശ്വസിച്ച് നിൽക്കുന്ന ആൾക്കാർ എങ്ങനെയൊക്കെ നമുക്കിട്ട് പണി തരും എന്നും ഈ 2025 മനസ്സിലാക്കുക. ഇനി എന്ത് പ്രതിസന്ധി 2026 വന്നാലും എനിക്ക് അതിനെ അതിജീവിക്കാനുള്ള ചങ്കൂറ്റം ഈ 2025 എനിക്ക് സമ്മാനിച്ചിട്ടാണ് പടിയിറങ്ങി പോകുന്നത്. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച്. എന്താ പറയാ സന്ദീപേട്ട, കാരണം ചില ആൾക്കാർ അങ്ങനെയാണ് നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോ നമ്മൾ തന്നെ മാറ്റമില്ലാത്തത് മാറ്റത്തിന് എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? ചില ആൾക്കാർ നമ്മള് രണ്ടു തരത്തിൽ നമ്മൾ മാറ്റം ഉണ്ടാവും. കാരണം ചില ആൾക്കൊപ്പം നമ്മൾ മാറുന്നതായിരിക്കും, ചില ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറുമായിരിക്കും. ചില ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ തന്നെ ആയിരിക്കും നഷ്ടപ്പെടുന്നത്. പക്ഷെ ചില ആൾക്കൊപ്പം മാറുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെന്റാലിറ്റി അല്ലെങ്കിൽ നമ്മൾ ഒഫീഷ്യലി നമ്മുടെ പേഴ്സണലി എല്ലാം നമ്മൾ വളരുന്നതായിരിക്കും അല്ലേ? സോ MR ഗ്യാങ്ങിൽ വന്നിട്ട് ഇത്രയും മാറ്റം നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സന്ദീപേട്ട ഇനിയും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി എന്ന് ആശംസിക്കുകയാണ്. 2025 അതേ സന്തോഷങ്ങളും 2026 കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സോ ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നും സന്ദീപേട്ടനും ഫാമിലിയും ഉണ്ടാവും. സോ വൺസ് അഗൈൻ ഒരിക്കൽ കൂടി MR ഗ്യാങ്ങിന്റെ വക ഹാപ്പി ന്യൂ ഇയർ. പിന്നെ താഴെ നിൽക്കുന്ന എല്ലാവരുടെയും വക കേട്ടോ. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു പുലരിയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെടാ, താങ്ക് യു സോ മച്ച്. അപ്പം എന്താണ് എല്ലാവരോടും പറയാനുള്ളത്? വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഹാപ്പി ന്യൂ ഇയർ എന്തെങ്കിലും പറയാനുണ്ടോ? എന്ത് ജീവിതത്തിൽ പ്രതിസന്ധി വന്നാലും അതിനെ നമുക്ക് അതിജീവിക്കാം. എന്ത് പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി അതിനെ അതിജീവിക്കാൻ പറ്റും. പിന്നെ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം, ഇന്ന് അവസാനം പുറത്തു വന്ന കണക്കനുസരിച്ച് 18 വയസ്സിന് താഴെയുള്ള പെൺകൊച്ചുങ്ങളെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്ത് 2025. അപ്പം മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ, അവർ കേൾക്കുന്നുണ്ടെങ്കിൽ കുട്ടികളുടെ കൂടെ ഇരുന്ന് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക, അവരുടെ വിഷമങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക, അവരുടെ ഫോൺ കൂടുതലായിട്ട് പരിശോധിക്കുക. സൈബർ സെൽ തന്നെ ഇപ്പം അലേർട്ടായിട്ട് ഇപ്പം ഇറക്കുന്ന മെസ്സേജുകളാണ്. അപ്പം എനിക്ക് പറയാനുള്ള, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ഏത് പ്രതിസന്ധിയും നമുക്ക് അതിജീവിക്കാനുള്ള ചങ്കൂറ്റം മുന്നിലുണ്ടെങ്കിൽ അതൊന്നും ഒരു പ്രശ്നമല്ല. 2026 ഒരു പ്രളയവും ഉണ്ടാവാതെ ഈ സമയവും കടന്നു പോകുമെന്ന് പറയുന്ന പോലെ വളരെ ലളിതമായി തന്നെ കടന്നു പോട്ടെ. ചെറിയ ചെറിയ സങ്കടങ്ങളും ചെറിയ ചെറിയ സന്തോഷങ്ങളും എല്ലാം എല്ലാവരുടെയും മനസ്സിലുള്ളതുപോലെ തന്നെ. പിന്നെ ഞാൻ പറഞ്ഞില്ലെങ്കിലും എല്ലാവരുടെയും കയ്യിലിരിപ്പ് പോലെ തന്നെയാണ് എല്ലാവരുടെയും വർഷമെന്നും ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അതിലുപരി എന്റെ വക MR ഗ്യാങ്ങിനും അതിലുപരി ഇതിലിരിക്കുന്ന ഓരോരുത്തർക്കും എന്റെ വക ഹൃദയത്തിൽ നിന്നും എല്ലാ വിജയാശംസകളും നേരുന്നു. ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ലൊരു പുലരിയാവട്ടെ, അതിനുവേണ്ടി നിങ്ങൾ കണ്ണു തുറക്കട്ടെ. പുതുവത്സരാശംസകൾ. ഓക്കെടാ, താങ്ക് യു സോ മച്ച്. അപ്പൊ സന്ദീപേട്ടൻ പറഞ്ഞതുപോലെ ഇവിടെ നമ്മുടെ 2025 ഏറ്റവും കൂടുതൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, പെൺകുട്ടികളാണെങ്കിലും ബോയ്സ് ആണെന്നുണ്ടെങ്കിലും മരിച്ച ഒരു ഇയർ എന്ന് പറയുന്നത്. സോ അപ്പൊ പാരന്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കാമല്ലോ. അതുപോലെ ഒരു കാര്യം ഓർമ്മിക്കുകയാണ്, പെണ്ണ് കെട്ടുന്നവർ സ്ത്രീധനം മേടിക്കാതെ പെണ്ണ് കെട്ടാൻ നോക്കുക. കാരണം സ്ത്രീധന പീഡനങ്ങളും നമ്മുടെ കേരളത്തിൽ കൂടുതലാണ്. അപ്പം അതും ഒന്ന് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ കൈപിടിച്ചാൽ അതൊന്നും എത്തിക്കാന്നേ ഉള്ളൂ. അതുകൊണ്ട് സ്ത്രീധനം മേടിക്കാതെ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഒരാളെങ്കിലും സ്ത്രീധനം മേടിക്കാതെ കിട്ടുമെങ്കിലും ഞാൻ വിജയമാണ്. അതും നമ്മൾ കരുതാറാണ്. 2026 മരണങ്ങൾ കുറയട്ടെ എന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതുപോലെ തന്നെ വലിയ വലിയ നടന്മാര് പോലും നഷ്ടപ്പെട്ട വർഷം കൂടിയാണ് 2025 എന്ന് പറയുന്നത്. അവർക്കൊക്കെ ഒരു പ്രണാമം അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാവർക്കും ആശംസകൾ അറിയിച്ചത്. അപ്പം അതൊക്കെ വലിയ വലിയ നടന്മാർ തന്നെയാണ് നമ്മളെ വിട്ടുപോയത്. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച് സന്ദീപേട്ട. അപ്പം സന്ദീപേട്ടൻ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും ഞങ്ങൾ പറയാണ്, ഒരു അഡ്വൈസ് എന്ന രീതിയിൽ പാരന്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാക്സിമം കുട്ടികളുടെ കൂടെ തന്നെ നല്ല രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഒരു ഫ്രണ്ട്ലി ആയിട്ട്. കാരണം ചില പെൺകുട്ടികൾക്ക് തെറ്റ് പറ്റും. പക്ഷേ അവരെന്താ പറയാ, ആ തെറ്റ് നമ്മൾ കൂടുതൽ അവരെ റൂഡായിട്ട് സംസാരിച്ച് അല്ലെങ്കിൽ അവരോട് ഒറ്റപ്പെടുത്തി ആ ഒരു രീതിയിൽ ാണ് കുട്ടി ആത്മഹത്യ എന്നുള്ള ഈ ഒരു പ്രവണതയിലേക്ക് പോകുന്നത്. സോ അവരെ എന്താ പറയാ സപ്പോർട്ട് ചെയ്തിട്ട് അവരുടെ കൂടെ നമ്മളുണ്ട് എന്നുള്ള ആ ഒരു തിങ്ക് അവർക്ക് ഉണ്ടാവണം. എങ്കിൽ മാത്രമാണ് കാണിച്ച് നമുക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടിൽ നിന്നൊക്കെ മാറുള്ളൂ. സോ അവര് പോയി കഴിയുമ്പോൾ നമ്മൾ തന്നെയാണ് ഒറ്റപ്പെടുന്നത്. സോ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഇനി ഇല്ലാണ്ടിരിക്കട്ടെ. നിങ്ങൾ പേരൻസ് ആണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് സന്ദീപേട്ട. ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, അപ്പം താഴെ നിൽക്കുക, നമ്മള് ഗെയിംസ് ഒക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് അടുത്തത് അഡ്മിൻ വോയിസ് ഉണ്ടോ? ഓക്കെ, അപ്പൊ ഗൈസ് ഇത്ര നേരം നമ്മളെ RJക്ക് അങ്ങോട്ട് ഗെയിമിന് കൊടുത്തു. കുറേ ഇത്
ആർജി ചെയ്തിട്ടുണ്ട്. ഏകദേശം 3 പേരെ ആർജി എടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്കെന്താ അറിയോ, സമയം പോകുന്ന ആ ഓരോ നിമിഷവും എനിക്ക് ഓരോരുത്തരിങ്ങനെ ലിസ്റ്റ് ഇങ്ങനെ കിട്ടാൻ വേണ്ടി ഞാൻ അങ്ങനെ കരുതിയിരിക്കുക. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? അപ്പം നമുക്ക് ഈ ഒരു 2025 ഒരു ഫയർ ഇട്ടിട്ട് തുടങ്ങിയാലോ? എല്ലാവരും ഒന്ന് തീയട്ടെ, നോക്കട്ടെ, ഒന്ന് പവർ വരട്ടെ. ഫസ്റ്റ് ഒരു പവർ വരട്ടെ. കാരണം ഇനി നടക്കുന്ന ഗെയിമുകളൊക്കെ മൊത്തം വേറെയാണ്, മനസ്സിലായോ? ഇത്ര നേരം സംസാരത്തിലൂടെ ആയിരുന്നു. ഇനി അതല്ല, ഇനി ഓട്ടമാണ്. മാക്സിമം കമൻറ്റ് കേട്ടോ, എല്ലാവരൊക്കെ കമൻറ്റ് കേട്ടോ. ഗെയിം കളിക്കാൻ എല്ലാവർക്കും റെഡി ആയിക്കോട്ടോ. ഇതിൽ ആർജയ്ക്ക് വരെ പങ്കെടുക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെയൊന്നുമില്ല, മൊത്തത്തിൽ പങ്കെടുക്കാം, മനസ്സിലായോ? അപ്പോൾ ചില്ലു ആൻഡ് ദർശു എല്ലാവരും ഓക്കെ ഇത് പങ്കെടുക്കാം. ഓക്കെ, നമ്മൾ ഈ സ്റ്റാർട്ടപ്പ് ആൻഡ് ബൂസ്റ്റർ എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെയാണ് എന്താ പറയുക, സ്പോട്ട് ഗെയിമുകളായിരിക്കും, അപ്പം തോന്നിയ ഗെയിമുകളാണ്. അതുകൊണ്ട് അതിനില്ലേ ഇതൊക്കെ സന്തോഷമായിട്ട് എല്ലാവരും റെഡിയായിരുന്നു. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഗെയിം എന്ന് പറയുന്നത് ഓട്ട മത്സരമാണ്. ഓക്കെ, നമ്മളിനി ഓട്ട മത്സരത്തിന് പോവുകയാണ്. അപ്പോൾ എല്ലാവരുടെയും ചോദ്യം എങ്ങനെയായിരിക്കും അറിയോ, ഈ മോച്ചിലെങ്ങനെ ഓട്ട മത്സരം നടത്തുമെന്ന് അല്ലേ? യെസ് ഓർ നോ പെട്ടെന്ന് കമൻ്റ് ഇട്. യെസ് ഓർ നോ പെട്ടെന്ന് കമൻ്റ് ഇട്. ചടപട കമൻ്റ് ഇടണം, സ്പീഡാക്കണം, എന്നാലേ എനിക്ക് അടുത്ത സ്റ്റെപ്പ് ഇങ്ങനെ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് സമയമല്ല അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ടില്ല എങ്ങനെ ഓട്ട മത്സരം എങ്ങനെ ഓടുക അല്ലേ? റെഡക്സേ പെട്ടെന്ന് ആവട്ടെ, ഉഷാർ വരട്ടെ. എന്താണ് ഇങ്ങനെ ലാഗ് അടിച്ചുകൊണ്ട് പിള്ളേരെ? നിങ്ങളിങ്ങനെ ലാഗ് അടിച്ച് കഴിഞ്ഞാൽ 2025 പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടൂല. കഴിഞ്ഞ 10 മിനിറ്റ് 20 മിനിറ്റ് അരമണിക്കൂർ പോലും എനിക്കിപ്പോൾ കിട്ടുന്നില്ല. കിട്ടാൻ വേണ്ടി ഞാൻ കൊതിക്കുക. അപ്പോൾ നമ്മളൊക്കെ SS എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അറിയുമോ? ആർക്കും അറിയില്ല എങ്ങനെയാണ് ഓട്ട മത്സരം എന്ന്. സോ ഗായ്സ്, വേറെ ഒന്നുമല്ല, ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ തിങ്ക് ചെയ്യുക, അത് മാത്രം ചെയ്യുക. ഓക്കെ, ഈ ഓട്ട മത്സരം എന്ന് പറയുന്ന പോയിൻ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം വന്ന് കമൻ്റ് ഇടുന്നവനേക്കാണ് ഒരു പോയിൻ്റ്, മനസ്സിലായോ? അങ്ങനെ ടോട്ടൽ അത് വന്നിട്ട് വെറും 5 റൗണ്ടേ ഉണ്ടാവുള്ളൂ. 5 റൗണ്ട് എന്ന് പറഞ്ഞാൽ വെറും 5 റൗണ്ട്. ഓക്കെ, 5 റൗണ്ടിൽ വന്നിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ പോയിൻ്റ് എടുത്താൽ മതി. അതിൽ 2 പോയിൻ്റ് എടുത്ത് കഴിയുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ പോയിൻ്റ് എടുത്തിട്ടുണ്ടാവും. അതേപോലെ നിങ്ങളും അതിലൊരു പോയിൻ്റ് എടുത്താൽ ലീഡറിൽ മുന്നിൽ നിന്നാൽ തന്നെ മതി, നിങ്ങൾ ജയിക്കും. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഞാൻ 5 നടന്മാരുടെ പേര് പറയും, മനസ്സിലായോ? അറച്ചി ഇറങ്ങിക്കോ, ആണെങ്കിൽ താഴെ ഇറങ്ങിന്നോ, മണ്ടാനുള്ളതാണ്, മനസ്സിലായോ? മേലെ ഇരുന്നാലൊന്നും ഓടാൻ പറ്റില്ല. ഓക്കെ, 5 നടന്മാരുടെ പേര് പറയും. ഈ 5 നടന്മാരുടെ DP ഇട്ടിട്ട് ആദ്യം വന്ന് കമൻ്റ് ഇടുന്നത്, എന്ന് വെച്ചാൽ DP നിങ്ങൾ പ്രൊഫൈലാക്കിയിട്ട് ആ പ്രൊഫൈലിട്ട് ഇവിടെ ഓടി വന്ന് കമൻ്റ് ഇടണം, മനസ്സിലായോ? ഇതാണ് ഗെയിം. ഇതിൽ ആര് തന്നെ വന്നിട്ട് കമൻ്റ് ഇട്ട് കഴിഞ്ഞാലും നിങ്ങൾ നോക്കണം, ആ പോയിന്റ് നിങ്ങൾക്കുള്ളതാണ്. വെറുതെ മിസ് ചെയ്യരുത്. ഈ ഒരു നിമിഷം നിങ്ങൾക്ക് ആ സമയമുണ്ട്, പെട്ടെന്ന് പോവുക. നിങ്ങൾ എന്ത് ചെയ്യുക, സെർച്ച് ചെയ്യുക, അങ്ങോട്ട് ആ DP സ്ക്രീൻഷോട്ട് എടുക്കുക, നിങ്ങൾ DP ഇടുക, പെട്ടെന്ന് വരിക, ഓടി വന്നിട്ട്
ഓക്കെ. ദർശന, നിനക്ക് വന്നിട്ട് 10 എണ്ണം പറയാം, മനസ്സിലായോ? 10 എണ്ണം പറയുകയും ചെയ്യും വേണം. 10 വേർഡ്സ്, ഓക്കെ, ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന 10 വേർഡ്സ് പറയുക. ആ വേർഡ്സ് വന്നിട്ട് എൻ്റെ സ്പെല്ലിങ് നിനക്ക് വന്നിട്ട് താഴെ ടൈപ്പിങ്ങിൽ അവരുടെ ടൈപ്പ് ചെയ്തതിൽ കൺഫേം ചെയ്യണം, മനസ്സിലായോ? അത് നീ ചോദിക്കുന്ന ആ ഒരു വേർഡായിരിക്കണം അവർ ടൈപ്പ് ചെയ്യുന്നത്. ഓക്കെ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവരുത്. അതേപോലെ പോയിന്റ് നോട്ട് ചെയ്യണം. ഓക്കെ, റെഡിയാണോ? എന്നാൽ സ്റ്റാർട്ട് ചെയ്യണം. 10 എണ്ണം. എന്നാൽ 10 എണ്ണം സ്റ്റാർട്ട് ചെയ്യണം. ആ, ഓക്കെ. തായിരിക്കുന്നവർ റെഡി ആണെന്നുണ്ടെങ്കിൽ ഒരു ഹാർട്ട് ടൈപ്പിംഗ് ഗെയിമാണ്, വെറുതെ മിസ് ചെയ്യണ്ട. ഗേൾസിനും എല്ലാവർക്കും കളിക്കാൻ പറ്റിയ ഗെയിമാണ്, വെറുതെ മിസ് ചെയ്യണ്ട. ഓക്കെ, എല്ലാവരും ഒരു ഹാർട്ട് അടിച്ചേ പെട്ടെന്ന്. ടൈപ്പിംഗ് ആണ്. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പൊ ടൈപ്പിംഗ് ഗെയിം ആണ് കേട്ടോ. ഫസ്റ്റ് ആരാണോ ടൈപ്പ് ചെയ്യുന്നത് അവരായിരിക്കും ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്നവര്, അല്ലേ? അതെ അതെ, ഏറ്റവും കൂടുതൽ പോയിന്റ്. ഫസ്റ്റ് കമന്റ് ആണ് നോട്ട് ചെയ്യുക. പക്ഷേ ഏറ്റവും കൂടുതൽ വന്നിട്ട് പോയിന്റ് വേണം ആൾക്ക് ലാസ്റ്റിൽ. മനസ്സിലായോ? മനസ്സിലായിട്ടില്ലേ ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് ഞാനിവിടെ ഓരോ വേർഡ് പറയും, 10 വേർഡാണ് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് ആരാണോ വാങ്ങിക്കുന്നത് അവരായിരിക്കും വിന്നർ. ഓക്കെ, കേട്ടോ? പിന്നെ താഴെ ടൈപ്പ് ചെയ്യുമ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവരുത്. ഓക്കെ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ ഫസ്റ്റ് ഇടുന്ന ആളുടെ നോക്കുക. എല്ലാവരും താഴെ കമന്റ് ചെയ്യാ. ജസ്റ്റ് ഒന്ന് നേരത്തെ കിളി വന്നതുപോലെ ഒരു ഫയർ കമന്റ് ചെയ്യാം കേട്ടോ. ആദ്യം തന്നെ എത്ര പേരുണ്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് കളിക്കാൻ. ഓക്കെ ഗൈസ്, വേഗം തന്നെ കമന്റ് ചെയ്യാം. ഒരു ഫയർ കമന്റ് ചെയ്തോളൂ. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് വേർഡ് തന്നെ ഞാൻ പറയുന്ന വേർഡാണ്. ഫസ്റ്റ് വേർഡ് സിമ്പിൾ വേർഡ് ആയിരിക്കും കേട്ടോ. നമ്മൾ വലിയ ടഫ് ആയിട്ടുള്ള വേർഡ് ഒന്നും നമ്മളിവിടെ പ്രൊണൗൺസ് ചെയ്യുന്നില്ല, ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് വേർഡ് ഈസ് എൻത്യൂസിയാസം. എൻത്യൂസിയാസം, നമ്മളെ താല്പര്യം, ഇഷ്ടം എന്നൊക്കെ പറയില്ലേ, അതാണ് എൻത്യൂസിയാസം. ഓക്കെ, ഫസ്റ്റിന് പവിത്ര പ്രകാശ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ആദ്യം തന്നെ ഒരു പോയിന്റ് നേടി നമ്മുടെ പവിത്രയാണ് കേട്ടോ മുന്നോട്ട്. കേൾക്കുന്നില്ല അഡ്മിൻ? സ്പെല്ലിങ് നോക്കണം. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവരുത്, നോട്ട് ചെയ്തോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് അടുത്തെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പവിത്ര കൊണ്ടുപോയിട്ടോ. പവിത്ര പ്രകാശ്, യു ആർ ഗ്രേറ്റ്, സൂപ്പർ സൂപ്പർ സൂപ്പർ. ഓക്കെ, ഒന്നുകൂടെ നോക്കിക്കേ. ENTHU ആണോ അതോ ENTUSAI ആണോ? ENTHUSIASM അല്ലേ? ആ, അപ്പൊ കൊണ്ടുപോയി. ഓക്കെ, പെട്ടെന്ന് അടുത്തത്. അപ്പൊ നെക്സ്റ്റ് അടുത്തെന്ന് പറയുന്നത്, അടുത്ത വേർഡ് തയ്യാറല്ലേ എല്ലാവരും? ഗൈസ്, അടുത്ത് ഇല്ലേ? ഓക്കെ, അടുത്ത വേർഡ് എന്ന് പറയുന്നത് എക്സ്പീരിയൻസ്. അതും പവിത്ര അതിന് മുമ്പ് ആരാണ്? അതും അതിന് മുമ്പ് ആദ്യത്തിന് പവിത്ര തന്നെയാണോ? പവിത്ര ഫസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതും പവിത്ര കൊണ്ടുപോയിട്ടോ. പവിത്ര, ഗുഡ്, വെരി ഗുഡ്. അതായത് ഈ പവിത്രയെ തോൽപ്പിക്കാൻ ആരും ഇല്ലേ ഗൈസ് ഇവിടെ? ഓക്കെ, നെക്സ്റ്റ് അടുത്ത ഞാൻ പറയട്ടെ. അടുത്ത ഓക്കെ അല്ലേ? റെഡി അല്ലേ? ഓക്കെ, അടുത്തെന്ന് പറയുന്നത് ഇന്ത്യൻ വേൾഡ് കപ്പ്. വേൾഡ് കപ്പ് അത് വേറെ കാര്യമുണ്ട്. അത് ഓൾറെഡി വന്നിട്ട് പറഞ്ഞതിൽ ഇന്ത്യൻ വേൾഡ് കപ്പ് എന്ന് പറഞ്ഞു പോയി. അപ്പൊ അവര് അത് തന്നെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതില് ഫസ്റ്റ് ഇട്ടിരിക്കുന്ന ആളുടെ നോക്കാം. സജീർ ആണ്.
റെറ്റെക്സ് അല്ലല്ല, അതിന്റെ മുകളില് സഹീർ അല്ലേ? ബ്രദർ സജീർ ഇട്ടിട്ടുണ്ട്. ടൈപ്പിംഗ് ഗെയിം ആണ് ഐഷ, ടൈപ്പിംഗ് ഗെയിം ആണ്. ഷബീർ ഫസ്റ്റ് വേണമെങ്കിൽ ടൈപ്പ് ചെയ്തോ പറയുന്നൊക്കെ. ഷബീർ 1 പോയിന്റ്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ അടുത്തത് റെഡി അല്ലേ ഗൈസ്? റെഡിയാ. ഓക്കെ, ഡിജിറ്റൽ അവന്യൂ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിജിറ്റൽ അവന്യൂ. ഡിജിറ്റൽ അതും സജീർ കൊണ്ടുപോയി. ഡിജിറ്റൽ അവന്യൂ. അത് അവന്യൂടെ സ്പെല്ലിംഗ് എന്താ? എനിക്കറിഞ്ഞൂടാ, ഞാൻ സ്കൂളിൽ പോയിട്ടില്ല. നോക്ക്. അല്ല, എവിടെ ഷബീറിന്റെ കണ്ടല്ലോ. ഡിജിറ്റൽ അവന്യൂ മറ്റേ ഇവൻ കൊണ്ടുപോയി. ഷബീർ അല്ല, ഷബീറിനെ കൊണ്ടുപോയിട്ടോ. ഷബീർ അല്ല, ഷജീർ. ജയ ആണ്, പേര് മാറ്റി ചെയ്തല്ലേ. പറഞ്ഞിട്ട് കാര്യം ഉണ്ടല്ലോ, പിന്നെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പണി കിട്ടും. ന്യൂ ഇയർ ആണ്. ഓക്കെ, അടുത്തത്. അടുത്തതെന്ന് പറയുന്നത് അണ്ടർനീത്ത്. നെക്സ്റ്റ് അണ്ടർനീത്ത് ആണ്. അണ്ടർനീത്ത് ആരുമില്ലേ? അണ്ടർനീത്ത് പവിത്ര പ്രകാശ്. ഇൻകറക്റ്റ്. അണ്ടർനീത്ത്. ഓക്കെ, കലിപ്പന കൊണ്ടുപോയിട്ടോ. കലിപ്പ പക്ഷെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തെറ്റാണ്. നീത്ത്, അണ്ടർനീത്ത്. ഓക്കെ, അതും നമ്മുടെ ലാസ്റ്റ് ആരാ കൊണ്ടിട്ടുള്ളത്? അണ്ടർനീത്ത്. ഓക്കെ, പവിത്ര പ്രകാശ്. അത് അഡ്മിൻ ഒരു കാര്യം, നമ്മൾ ആദ്യം ഒരു പ്രാവശ്യം ഒന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിട്ട് ഇല്ലല്ല, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാതെ അതിന് വേണ്ടിയിട്ട് വന്നിട്ട് ഒന്നുകൂടെ ഇട്ട് കൊടുക്കുക, ഒന്നുകൂടെ വേറെ പറഞ്ഞു കൊടുക്കുക. അത് അങ്ങനെയല്ല ഞാൻ പറയുന്ന മനസ്സിലായോ? അത് മൈനസ് ചെയ്തിട്ട് അടുത്തിട്. ഐ മീൻ അത് കഴിഞ്ഞു, ആ റൗണ്ട് കഴിഞ്ഞു, ഇനി അടുത്തിട്. ആർക്കും പോയിന്റ് ഇല്ല, അത് കമ്പനി കൊണ്ടുപോയി. മൊത്തം 10 നെക്സ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ബോറിംഗ് ലെക്ചർ. നെക്സ്റ്റ് വേർഡ് ബോറിംഗ് ലെക്ചർ. ബിയറിംഗ്, നോട്ട് എ ബിയറിംഗ്, ബോറിംഗ് ലെക്ചർ. ഓക്കെ, ഐഷ കൊണ്ടുപോയിട്ടോ. അതിന്റെ തൊട്ട് മുമ്പായിട്ട് പവിത്ര പ്രകാശ് അഗൈൻ. അതിന്റെ തൊട്ട് മുമ്പായിട്ട് നമ്മുടെ കലിപ്പനും കൊണ്ടുപോയി. കലിപ്പ 1 ബോറിംഗ് ലെക്ചർ ഒരു 6 ഉള്ളൂ. ഓക്കെ, പവിത്ര പ്രകാശ് അഗൈൻ. അടുത്തെന്ന് പറയുന്നത് 14, 4, 3, 7, 8 എണ്ണായിട്ട് 2 വേർഡും കൂടെ ഉള്ളൂ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ വേർഡ്. ലാസ്റ്റ് 2 വേർഡും കൂടെ ഉള്ളു കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വേർഡ് ക്ലാസ്മേറ്റ്. സിമ്പിൾ. ഓക്കെ, ക്ലാസ്മേറ്റ്. ഷജീർ. ഓക്കെ, ഷജീർ ഒന്ന്. ഇത് ലാസ്റ്റ് അല്ലേ ഇനി? ഓക്കെ, പ്രൈമറി എഡ്യൂക്കേഷൻ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ. പ്രൈമറി എഡ്യൂക്കേഷൻ. പ്രൈമറിയുടെ സ്പെല്ലിംഗ് നോക്കൂട്ടോ.
പ്രൈമറി എഡ്യൂക്കേഷൻ കലിപ്പിന് കൊണ്ടുപോയി. തൊട്ട് മുമ്പ് സജീർ കൊണ്ടുപോയി. തൊട്ട് മുമ്പ് ഷഹൻഷാ, ആയിഷ, പവിത്ര പ്രകാശ്. ഇതിലും പവിത്ര പ്രകാശാണ് മുന്നോട്ടിരിക്കുന്നത് ഗൈസ്. അപ്പം പവിത്ര പ്രകാശ് നിലവിൽ ഇപ്പൊ എത്ര പോയിന്റ് നേടിയിട്ടുള്ളേ? ടൈപ്പിംഗില് പവിത്ര പ്രകാശ് നേടിയിട്ടുള്ള ഇപ്പൊ പോയിന്റ്സുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഏതൊക്കെ മത്സരം 4 ആണ്. നടന്നിട്ടുണ്ട്, ഏതിനൊക്കെ ആരൊക്കെയാണെന്നുള്ളത് ഒന്ന് പറഞ്ഞോളാം കേട്ടോ. ഓക്കെ, ഇപ്പൊ നിലവിലിപ്പോ നമ്മള് ആകപ്പാടെ നമ്മള് ഒരു ഓട്ട മത്സരം നടന്നിട്ടുണ്ട്. അതിൽ നമ്മുടെ നേടിയിട്ടുള്ളത് ആരാണ്? ജസ്റ്റ് റെഡെക്സ് ആണ്. ദെൻ ഈ എമോജി കോമ്പറ്റീഷൻ നടന്നതില് കഴിഞ്ഞിട്ടില്ല. 12 മണി വരെ ഉണ്ട്. ഇപ്പൊ ടൈപ്പിംഗ്, അതെ ടൈപ്പിംഗ് കോമ്പറ്റീഷൻ നടന്നതിൽ ഒക്കെ വിന്നായിട്ടുള്ളത് നമ്മുടെ സ്വന്തം പവിത്രയാണ് കേട്ടോ. ഓക്കെ, അടുത്ത ഗെയിം ഏതാണ് കിളി? ഓക്കെ, അടുത്ത ഗെയിം താഴെ ഇറങ്ങിക്കോ. ഇനി ഇതാ നിനക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ അടുത്ത ഗെയിം എന്ന് പറയുന്നത് ഒളിപ്പോരാണ് ഗൈസ്.
നോക്കട്ടെ, എനിക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിനക്ക് മാർക്കിടും, ഇല്ലേ തരൂല. ഗുഡ് നൈറ്റോ പവിത്ര, പോവല്ലേ പവിത്ര. ഒരു കാര്യമുണ്ട് പവിത്ര, പവിത്ര എൻ്റെ PM ഒരു ഹായ് ഇടണം കേട്ടോ പവിത്ര. ഓക്കെ, ഇതിലൊക്കെ സമ്മാനം ഉണ്ട് കേട്ടോ പവിത്ര. ഓക്കെ പവിത്ര, എൻ്റെ PM ഒരു ഹായ് ഇടണം. എന്തേ നീ പാടാത്തെ? ഒന്നുമില്ല, ഞാൻ പാടി ശരിയാവൂല. ചൈത്രം സ്റ്റാർസ്, ഇത് ചൈത്രമാണോ ഇത്? അടിപൊളി. ഇപ്പം എങ്ങനെ ഇരിക്കണേ? പുതിയ പേരൊക്കെ ഇട്ടിട്ട് വന്നിരിക്കുക അല്ലേ? ഓക്കെ. അപ്പോൾ കൊച്ചുറങ്ങിയല്ലേ? കൊച്ചുറങ്ങിയിട്ടില്ല. എവിടെയാണ് RJ? കിടന്നുറങ്ങിയോ? ഓ ഗൈസ്, ഷാല് കയറിയില്ലേ? ഷാലെ ഒരു പടക്കണ പാട്ട് പൊളിച്ച് നോക്കട്ടെ. ദർശനം കയറുക. അത് ശരി, പിന്നെ എന്താ ഞാൻ പാടിക്കോളാന്ന് പറഞ്ഞേ? ദർശനം ഒന്ന് ബാക്ക് അടിച്ച് കയറുക. എന്നാ വടംവലി വെച്ചാലോ? വടംവലി കോയിനില്ല, ആളൊക്കെ പറ്റിയുള്ളൂ. അത് ഗിഫ്റ്റിങ്ങിന്റെ ആടാ. അതിപ്പോ ഈ സമയത്ത് പാർത്ത് ഗിഫ്റ്റിംഗ് ആരെങ്കിലും വടംവലി കളിക്കാനുണ്ടോ? വടംവലി കളിക്കാനുണ്ടോ? വടംവലി കളിക്കാനുണ്ടോ? കേറുന്നുണ്ടോ പവിത്ര? അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഗൈസ്. ഹലോ, എന്റെ വോയിസ് കേൾക്കുന്നുണ്ടോ അഡ്മിൻ? കേക്കാം. ഓക്കെ ഗൈസ്, അപ്പം ഇന്ന് നമ്മുടെ ഗ്രൂപ്പിൽ വന്ന ഗെയിം അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നാളെ എന്താ പറയാ, നാളെ അല്ല, ഇന്ന് തന്നെയാണല്ലേ ഇപ്പൊ നമ്മുടെ ന്യൂ ഇയർ ഒക്കെ ആയി. എല്ലാവരും അടിപൊളിയായിട്ട് ഈ ഒരു വർഷം സന്തോഷമായിട്ട് പോട്ടെ എന്ന് ആശംസിക്കാണ്. ഓക്കെ, എല്ലാവരും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. സോ സ്റ്റേ ഹാപ്പി, സ്റ്റേ ഓൾവേസ് കീപ് സ്മൈൽ. RJ ദർശന വിത്ത് നമ്മുടെ സ്വന്തം കിളി. ഓക്കെ, താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഗൈസ്. ഇവിടെ തന്നെ തീപ്പൊരി മറ്റേ പടക്കമൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പൊട്ടിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് എല്ലാവർക്കും പൊട്ടിച്ചിട്ട് ഈ ന്യൂ ഇയർ അങ്ങോട്ട് അടിച്ചു പൊളിക്കുക ഗൈസ്. ഒന്നേ പറയാനുള്ളൂ, ഒരൊറ്റ കാര്യം ചിന്തിക്കുക, ആരെയും വിശ്വസിക്കാണ്ട് സ്വന്തമായിട്ട് വിലയിരുത്തിയിട്ട് ജീവിതം മുന്നോട്ട് വെക്കുക. അതേപോലെ തന്നെ കടൻ എന്ത് പറയാനാ,
കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്ന പരിപാടിയൊക്കെ നമ്മുടെ കൊടുക്കുമ്പോഴും അതേപോലെ എടുക്കുമ്പോഴും കുറച്ച് സൂക്ഷിക്കുക. അതുപോലെ തന്നെ ഇനി വരുന്ന ഓരോ ദിവസത്തിൻ്റെ ഓരോ ചുവടുവെപ്പും നിങ്ങൾ അറിഞ്ഞ് തന്നെ വെക്കണം. ഇത്ര കാലം നിങ്ങൾ അറിയാതെ വെച്ച ചുവടുവെപ്പ് ആയിരിക്കും ഇനി ഓരോ സ്റ്റെപ്പുകളും നിങ്ങൾ അറിഞ്ഞ് വെച്ച് എന്തായാലും വിജയത്തിലോട്ട് പോവുക. കാരണം ഇന്നത്തെ നിലവാരം നമ്മുടെ ഇന്ത്യയുടെ ആയാലും ഏതൊരു രാജ്യത്തിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളെ കണ്ടുകൊണ്ട് ജീവിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ വന്നിട്ട് ആശംസിക്കുന്നു, അതേപോലെ പ്രാർത്ഥിക്കുന്നു. 2025 എനിക്ക് ഒരുപാട് ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. മോചിതനായാലും എല്ലാത്തിലും എനിക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് അറിയാം. പക്ഷേ 2022 ആരെയും നോക്കാതെ വന്നിട്ട് മുന്നോട്ട് പോകാൻ എനിക്ക് പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും അതൊക്കെ ആവട്ടെ. എൻ്റെ ഡ്രീംസുകളും ഞാൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിൽ ഈ 2026 എൻ്റെ മാക്സിമം എൻ്റെ എല്ലാ ഡ്രീംസുകളും ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഒരു ഇയറാണ് 2026. എങ്ങനെ പോകുന്നു എനിക്ക് ഒറ്റ പിടുത്തമില്ല. അതുപോലെ നിങ്ങൾക്കും എങ്ങനെ പോകുന്നൊന്നും നമുക്ക് പിടുത്തമുണ്ടാവില്ല, പക്ഷെ നമുക്ക് പോയേ പറ്റുള്ളൂ. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും അതേപോലെ തന്നെ ഇരിക്കുന്ന MR ഗ്യാങ്ങിൻ്റെയും ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ ആശംസകൾ, പുതുവത്സര ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞങ്ങൾ ഏതായാലും ഇത് വൈൻഡപ്പ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഇന്ന് പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നമ്മുടെ മ്യൂസിക് കോമ്പറ്റീഷൻ സീസൺ 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ സീസൺ 3 നമ്മുടെ മ്യൂസിക് കോമ്പറ്റീഷൻ ഇപ്പോൾ കഴിഞ്ഞു. ഇന്നിപ്പോൾ നാളെ എന്ന് പറയാനില്ല. അപ്പോൾ ഇന്ന് മുതൽ 1-ാം തീയതി മുതൽ വന്നിട്ട് രാത്രി 9 മണിക്ക് സ്റ്റാർട്ടപ്പാണ്. അപ്പോൾ 9 മണി മുതൽ സ്റ്റാർട്ടപ്പ് ചെയ്ത ആ ഒരു പ്രോഗ്രാംസിൻ്റെ ഫൈനലിൻ്റെ അന്ന് നമ്മൾ അനൗൺസ് ചെയ്ത് ഈ ന്യൂ ഇയറിന് പങ്കെടുത്ത അത്രയും പേർക്കും സമ്മാനം ഉണ്ടാവും. ആരും മിസ് ചെയ്യണ്ട. ഓക്കെ, എല്ലാവരും വരിക, അന്നും കൈ നിറയെ സമ്മാനമായിട്ട് പോവാം. ഓക്കെ, എനിവേ താങ്ക് യു. അടുത്തവരോടും അകന്നവരോടും കൂടെ പിറക്കാതെ കുളപ്പുറപ്പായവർക്കും നന്ദി. ഹാപ്പി ന്യൂ ഇയർ. അതെ, ഒരു പുതിയ വർഷം കൂടി നമ്മുടെ സൗഹൃദത്തിൻ്റെ മനോഹരമായ നിമിഷങ്ങൾ ഈ വർഷം തുടരട്ടെ. പുതുവത്സര ആശംസകൾ കൂട്ടുകാരെ. അതെ, കഴിഞ്ഞ വർഷം എൻ്റെ കൂടെ നിന്നതിന് നന്ദി. ഈ 2026 നമ്മുടെ സൗഹൃദം ഇതുപോലെ തന്നെ തുടരട്ടെ. ഏവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. എനിക്ക് ഫ്രീ ആയിട്ട് തരുമോ കിളി? അതൊക്കെ തരാം, കുഴപ്പമൊന്നുമില്ല. അതെ, ചെയ്യാൻ പോകുന്ന പാവങ്ങൾക്കല്ലല്ലോ. ഞാൻ ഇന്ന് മാക്സിമം നിങ്ങളൊക്കെ ഒന്ന് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നിങ്ങളൊക്കെ നന്നായിട്ട് ഗെയിം കളിക്കുന്നു വിചാരിച്ചു കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് കൊണ്ട് പറ്റുന്ന എല്ലാ ഗെയിമും നിങ്ങൾ ചെയ്തിട്ടുണ്ട്. വീണ്ടും 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 ഹാപ്പി ന്യൂ ഇയർ. വാവ്. ഡെൽവി താത്ത ഹാപ്പി ന്യൂ ഇയർ. ഡെൽവി താത്ത ഇവിടെ ഉണ്ടോ അറിയില്ല. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. മഞ്ജു ഹാപ്പി ന്യൂ ഇയർ. മേഘ ഹാപ്പി ന്യൂ ഇയർ. ദുവാ ഹാപ്പി ന്യൂ ഇയർ. ഞാൻ ഇറങ്ങും കേട്ടോ. സഹാല ഹാപ്പി ന്യൂ ഇയർ. സ്നേഹ ഹാപ്പി ന്യൂ ഇയർ. പൊളിക്ക്